അപ്പോൾ നമ്മുടെ ക്രെറ്റൽ ബസ്സും കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെറിയൊരു അപ്ഗ്രേഡ് വർക്കിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എന്ന് പറയുകയാണെങ്കിൽ നെവിൻ സാറും കൂടെ ഉണ്ട് കേട്ടോ. നെവിൻ സാറിൻ്റെ വണ്ടിയുടെ ചാവി അവിടെ ഇരിപ്പുണ്ട്. കാണാതെ എനിക്കറിയാം, അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിയുടെ ചാവിയാണ്. അവൻ്റെ വണ്ടി വീട്ടിൽ ഇരിക്കുന്നത്. അവൻ എന്നിട്ട് ചാവി അതിനകത്ത് കൊണ്ടിട്ടേക്കുന്നത് എന്തിനാണ് എനിക്കറിയില്ല. പൊട്ടനായിരിക്കും. പൊട്ടനെന്ന് വെച്ചാൽ ലോക്ക പൊട്ടൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ ഗൈസ്. നമ്മൾ ഈ ദിവസം, അതായത് നാളെ നമുക്കൊരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയുടെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ വരുന്നുണ്ട്. അതായിരിക്കും നമ്മളെ ഏറ്റവും വലിയൊരു കണ്ടൻറ്റ്, അതായത് ലൈവ് ആയിരിക്കും ഞാൻ വരുന്നത്. വലിയൊരു കണ്ടൻറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ലൈവ് വരുന്ന കാര്യം എനിക്കറിയില്ല. ലൈവ് ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ലൈവ് വരുന്ന കാര്യം വേണ്ട ഗൈസ്, നമുക്ക് ലൈവ് വരണ്ട. അല്ലാതെ നമ്മൾ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. അതായത് ZX BS6 വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്കൊരു BMR അല്ലെങ്കിൽ ZON ഇറക്കാം. സ്പടികം ഇറക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷേ സ്പടികം നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ZON ആണെങ്കിൽ ZON, ZVEGA ആണെങ്കിൽ VEGA, BS6 ആണെങ്കിൽ BS6, BMR ആണെങ്കിൽ BMR. എന്തായാലും നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് വേണ്ടത് ഇറക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നമ്മളെ BMR ആണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം BMR ഒക്കെ നമ്മൾ ഓട്ടിച്ചിട്ട് കുറേ കാലങ്ങളായി, വർഷങ്ങളായി. ഇന്നാണിപ്പോൾ നേരിട്ട് ഇവനെ നമ്മുടെ ഷെഡിൽ വെറുതെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അത് പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് അടിപൊളിയൊക്കെ സെറ്റാക്കി. ബാറ്ററി ചെറിയ വീക്കുണ്ട്, അതൊക്കെ തീർക്കാനായിട്ടാണ് ഇന്ന് അപ്ഗ്രേഡിനായിട്ട് പോകുന്നത്. വേറെ വലിയ കാര്യങ്ങളായിട്ടൊന്നും പോകാനില്ലടേ. വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും ഈ വണ്ടി വലിയൊരു അപ്ഗ്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ അധികം താമസിച്ചാൽ തന്നെ വലിയൊരു അപ്ഗ്രേഡ് നമ്മൾ ചെയ്യും. അത് ചിലപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുമായിരിക്കും കേട്ടോ. അതെനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ നല്ലപോലെ ഇതെന്താണ് ഇവിടെ രണ്ടുമില്ല ഗ്രൗണ്ട് പോലെ അല്ല, ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കഴിച്ചു, അത് കാണാനില്ല. നമുക്ക് വണ്ടി തിരിക്കാം. ഓക്കെ, ഇല്ലേ പോയി നോക്കാം. ഓക്കെ, ആളെ വിളിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ വണ്ടി നമ്മുടെ ZON ഇല്ലേ, നമ്മളെ ടൗണിലാക്കി ഇവർ. അതായത് നമ്മളെ സിറ്റി, അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന, അതായത് ഈ വളവും തിരിവൊക്കെ കയറി വരുന്നില്ലേ, സിറ്റിയിലാണ് ഇപ്പം ഇവർ വർക്ക്ഷോപ്പ് തുടങ്ങണം. എന്ത് പറ്റിയതറിയില്ല, സിറ്റിയിലോട്ടുണ്ട് വർക്ക്ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ എനിക്കറിയാൻ മേലെ ഇവർ സിറ്റിയിലോട്ട് എന്തിനാണിത് വെച്ചതെന്ന്. സിറ്റിയിൽ കൊണ്ട് വെക്കുന്നതിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ പറയാനാണ്. ഈ സിറ്റിയിൽ കൊണ്ടുവന്നത് വെച്ചിട്ട് പിന്നെ എനിക്ക് ദേഷ്യം വരുന്നത്. ഇവിടെ അടുത്തായിരുന്നു ഗൈസ്. നമ്മളിനിയിപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ പോകണ്ടേ ഗൈസ്. BS6 വേണമെന്നുള്ള കമൻറ്റ് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് BMR ഒക്കെ തന്നെയാണ്. കാരണം BMR ഒക്കെ ആണെങ്കിൽ നല്ലതാണ് ഗൈസ്. ചെറിയ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ നമ്മൾ നാട്ടിൽ പുറത്തുള്ള വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ചത്. പക്ഷേ നമ്മുടെ ZX BS6 വരെയാണെങ്കിൽ ഇവിടെ ഒന്നും കാണിച്ചാൽ പറ്റില്ല. വലിയ വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ചാലേ പറ്റുള്ളൂ. കാരണം BMR അല്ലേ ഗൈസ്, അത് നമുക്ക് എപ്പോഴെങ്കിലും സൂക്ഷിച്ച് ഒട്ടിച്ചാലും മതി, ഇല്ലെങ്കിൽ ഇത്രയും പണി വരില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള BMR തന്നെയാണ്. ZX 45 സീറ്റുണ്ട്, 49 സീറ്റുണ്ട്. 45 ആണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുറേ സീറ്റ് കാണും. പക്ഷേ 49 ആണ് ഏറ്റവും വലുതായിട്ട് വരേണ്ടത്. പക്ഷേ 45 ആണ് ഇവിടെ ഏറ്റവും വലുതായിട്ട് വരേണ്ടത്. നമ്മുടെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇങ്ങനെ വരും. ബസ് സിമുലേറ്റർ ഇന്ത്യയിലാണെങ്കിൽ 45 സീറ്റർ വലുതും 49 സീറ്റർ ചെറുതായിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു എന്തോ സിസ്റ്റം മാറി കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ 45 ചെറുതും 49 വലുതുമായിരിക്കും വരുന്നത്. ഇനിയിപ്പം പുതിയ അപ്ഡേറ്റൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തു, വേറെ കുഴപ്പം വരാനൊന്നുമില്ല. ഇനിയിപ്പം പുതിയ ക്യാഷ് റെഗുലേഷൻ, അതായത് ഇപ്പം 1 ലക്ഷം രൂപ മാസം വെച്ച് കിട്ടുകയാണെങ്കിൽ പൊളിച്ച് നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങും. ഓക്കെ, ഫൈനലി ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. വർക്ക്ഷോപ്പ് എത്തിയിട്ടും വലിയ കാര്യമില്ല, കാരണം ഇവിടെ ആരുമില്ല. വണ്ടി ഇട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ റെഡിയാക്കി തരുമെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയിലെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം തന്നെ ഒരു 10-15 മണിക്കൂർ ഇവിടെ പോസ്റ്റ് ആക്കിച്ച് നമ്മുടെ വണ്ടിയിൽ ഇത് മാറ്റി. അതായത് അകത്തുള്ള ചെറിയ ട്യൂബ് ലൈറ്റ് നമ്മുടെ ബാക്കിൽ അകത്തുള്ള കുറച്ച് റെഡ് ലൈറ്റൊക്കെ മാറ്റി കുറച്ച് ഗ്രീനൊക്കെ ആക്കി. പക്ഷേ ആ ഗ്രീനൊന്നും നമുക്ക് ഓണാക്കാൻ സമയമായില്ല. കാരണം അതൊക്കെ ചിലപ്പം ഭയങ്കര അതിൻ്റെ അകത്ത് സ്പീക്കറും വരുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ചില ബാസും വന്നു കഴിഞ്ഞാൽ പൊട്ടിയാണെങ്കിൽ അത് മതി. അതുകൊണ്ട് നമ്മളൊരു 3-4 സ്ഥലത്ത് നാളെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. കാരണം നാളെയാണ് നമുക്ക് ഈ റൂട്ട് തന്നെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് വരുന്നത്. പക്ഷേ ഇവിടെ അല്ല, നമ്മൾ വീണ്ടും ടൗണിൽ തന്നെ വരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടൗണിൽ വണ്ടി ഇട്ടാൽ പോരേന്ന്. നമ്മൾ ടൗണിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ടൗണിൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ
ഓരോരോ കുരുത്തക്കെട്ട പിള്ളേരുണ്ട്. ഈ ഷെഡിലാകുമ്പോൾ കൊച്ചു പിള്ളേർക്ക് അനുമതിയില്ല, വലിയവർക്കേ അനുമതിയുള്ളൂ. പക്ഷേ ഈ വലിയ വലിയ അണ്ണാമാരൊക്കെ കയറി വരുന്നത് ഇവിടെയാണ്. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് വിട്ടേക്കാം. എന്താ പറഞ്ഞാലും എനിക്ക് വിഷമം അതല്ല, നമ്മുടെ ഏത് വണ്ടി ഇറക്കണമെന്നുള്ളതിലാണ്. എന്താ പറഞ്ഞാലും നിങ്ങൾ പറ, നമുക്കൊരു വണ്ടി ഇറക്കാം. എന്താ പറഞ്ഞാലും എൻ്റെ മനസ്സിലുള്ളത് BS6 ആണ്. പക്ഷേ BS6 വേണ്ട കേസ്. നമ്മൾ എപ്പോഴും BS6 ഇറക്കി കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മുണ്ടായിരിക്കില്ല. അപ്പം BS6 മാറ്റി നമ്മളിപ്പോൾ സെഡോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഞാൻ പോയി ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ. സീ ദ നെക്സ്റ്റ് വൺ. ബൈ.